കോൺഗ്രസുമായിട്ട് എല്ലാ അർത്ഥത്തിലും പൂർണ്ണ രൂപത്തിൽ ചേർന്നു പോകുന്ന ഒരാളല്ലാതെ മാത്രമല്ല അദ്ദേഹവും കോൺഗ്രസും രണ്ട് വഴിക്കായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ തലതൊട്ടപ്പന്മാരെന്ന് വിളിക്കുന്ന അതിൻ്റെ ആത്മാവെന്ന് വിളിക്കുന്നത് ഗാന്ധി കുടുംബമാണ്. സോണിയാഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധി അടക്കമുള്ള അവരുടെ ഗാന്ധി കുടുംബം. ആ ഗാന്ധി കുടുംബമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം എന്നോ വിച്ഛേദിക്കപ്പെട്ട ഒന്നാണ്. അദ്ദേഹം അവരുമായിട്ട് രണ്ട് വഴിക്കാണ് പോകുന്നത്. പറയുമ്പോൾ അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രിയാണ്, പലതവണ കേന്ദ്രമന്ത്രി ആയാളാണ്, പാർട്ടിയിൽ തന്നെ പ്രധാനപ്പെട്ട പല കമ്മിറ്റികളുടെയും തലപ്പത്തുണ്ടായിരുന്ന ആളാണ്, രാജീവ് ഗാന്ധിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിട്ട് കുറേ കാലം പ്രവർത്തിച്ച ആളാണ്. ബട്ട് അദ്ദേഹവും ഗാന്ധി കുടുംബവും തമ്മിൽ ഒട്ടും നല്ല ബന്ധമല്ല. അദ്ദേഹത്തിൻ്റെ ആത്മകഥാ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒരു ഇൻസിഡൻറ്റ് പറയുന്നുണ്ട്. 2010 ഞാൻ രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന ദിവസം സോണിയാഗാന്ധി രാവിലെ എന്നോട് വിളിച്ച് ചൂടായി, ഭയങ്കരമായി എന്നെ ഷൗട്ട് ചെയ്തു. എനിക്ക് മറുപടി പറയാൻ പോലും സമയം കിട്ടിയില്ല, അല്ലാതെ ചൂടായി എന്നാണ്. അതിന് കാരണം അദ്ദേഹം പറയുന്നത് അത് ഈ പഞ്ചായത്തി രാജ്, ഗ്രാമീണ ശാക്തീകരണം പോലുള്ള ഐഡിയാസിന് വേണ്ടി നിരന്തരം സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ്. ഏത്തിസ്റ്റാണ്, ഭയങ്കര ഒരു നെഹ്റുവിയനാണെന്നൊക്കെ പറയുന്ന ആളാണ്. ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട് എന്ന പേരിൽ ചിദംബരത്തിൻ്റെ കാലത്ത് മാവോയിസ്റ്റുകളെ തീർക്കാൻ ഒരു സൈനിക പരിപാടി പ്രഖ്യാപിച്ചിരുന്നു. വലിയ തോതിലുള്ള അട്രോസിറ്റീസ് നടപ്പിലാക്കി കൊണ്ടുവന്നൊരു പരിപാടിയാണ്. വലിയ വ്യാപകമായ വിമർശനം അതിനെതിരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കാര്യം ഓർക്കണം. ആ ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട് അല്ല മാവോയിസം എന്ന് പറയുന്ന പ്രശ്നത്തെ പരിഹരിക്കാനുള്ള മാർഗം. മറിച്ച് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ കൊണ്ടുവരികയും ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ഗ്രാമീണ മേഖലയിലെ ജനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടും സഹകരിപ്പിച്ചുകൊണ്ടുമാണ് നമ്മൾ ഈ പറയുന്ന മിലിറ്റൻസിയെ പരാജയപ്പെടുത്തേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. അദ്ദേഹം ആ വിമർശനം പറഞ്ഞു. ആ വിമർശനം ആർക്കും ഇഷ്ടപ്പെട്ടില്ല, ചിദംബരത്തിന് ഇഷ്ടപ്പെട്ടില്ല. ചിദംബരം അന്ന് ഈ ഗാന്ധി കുടുംബമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ആളാണ്. ആ അസ്വസ്ഥത അദ്ദേഹം സോണിയാഗാന്ധി ധരിപ്പിക്കുന്നു. സോണിയാഗാന്ധി ആ അസ്വസ്ഥത ഏറ്റെടുത്തുകൊണ്ട് എന്നോട് ഭയങ്കരമായി കയർത്തു സംസാരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അന്ന് ഫോൺ വെച്ച സോണിയാഗാന്ധി പിന്നെ തന്നോട് പേഴ്സണലി സംസാരിക്കാൻ തയ്യാറാവുന്നത് തന്നെ 15 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. 15 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരു മീറ്റിംഗ് അപ്പോയിൻമെൻറ്റ് ഇടുന്നത്. അതുവരെ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. AICC ജനറൽ സെക്രട്ടറി ആക്കാം അദ്ദേഹത്തെ എന്നൊരു പ്രപ്പോസൽ വന്നപ്പോൾ സോണിയാഗാന്ധി അത് തടഞ്ഞു. അദ്ദേഹം അനുസരണയില്ലാത്ത ആളാണ്. ഇന്നത്തെ ഈ കാലത്ത് ഇന്ത്യയിൽ ഈ കോൺഗ്രസ്സിന് വേണ്ടത് അനുസരണയുള്ള പ്രവർത്തകരും നേതാക്കളുമാണ്. പാർട്ടിക്കകത്ത് പാർട്ടിയുടെ സെറ്റപ്പിനെ മാനിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ പോകാൻ കഴിയൂ. പഴയ ഒരു ശിഥില സംസ്കാരത്തിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് വേണ്ട എന്ന് സോണിയാഗാന്ധി ഒരു പൊസിഷൻ എടുത്തു എന്ന് പറയുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ സോണിയാഗാന്ധി പറഞ്ഞു, ഒരു നിയന്ത്രിക്കാൻ കഴിയാത്ത വ്യക്തിയാണ് അദ്ദേഹം. സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയുന്നു, പാർട്ടി താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് പോയി വർത്തമാനം പറയുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, ഡൗൺ പ്ലേ ചെയ്യാൻ, താഴേക്ക് താഴ്ത്താൻ കോൺഗ്രസ് തീരുമാനിക്കുന്നു. അവിടെ അദ്ദേഹവും പാർട്ടിയും തമ്മിലുള്ള ബന്ധം ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ടെക്നിക്കലി ഇതിനകത്ത് തന്നെ നിൽക്കുന്നു. പിന്നെ അദ്ദേഹം എപ്പോഴും പറഞ്ഞ കാര്യമുണ്ട്, ഞാനൊരു രാജീവ് ഗാന്ധിയുടെ കൂടെ വളർന്ന ആളാണ്. അദ്ദേഹം സിവിൽ സർവീസിലുണ്ടായിരുന്ന ആളാണ്. ഫോറിൻ സർവീസിലുണ്ടായിരുന്ന ആളാണ്. അത് രാജിവെച്ചിട്ടാണ് അദ്ദേഹം ഇവിടേക്ക് വരുന്നത്, പൊളിറ്റിക്സിലേക്ക് വരുന്നത്. രാജീവിൻ്റെ കൂടെ ഏറ്റവും അടുത്ത വിശ്വസനായി അദ്ദേഹം ഒരു 3-4 വർഷക്കാലം ഉണ്ടായിരുന്നു. അപ്പോൾ രാജീവിൻ്റെ ഒരു തലമുറയാണ് ഞാൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ നെഹ്റുവിയനാണ്, രാജീവ് ഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്, ഞാൻ രാഹുലിയനല്ല.